ഹായ് വ്യൂവേഴ്സ്, ഞാൻ നിങ്ങളുടെ പൗർണമി. പ്രഗ്നൻസി പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കഴിക്കാൻ തുടങ്ങുന്ന ഒരു മെഡിക്കേഷൻ്റെ പേരാണ് ഫോളിക് ആസിഡ്. ഈ ഫോളിക് ആസിഡിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, പ്രഗ്നൻസിയിൽ ഇത് എന്തിനൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഫോളിക് ആസിഡ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒന്നുമല്ല, വിറ്റമിൻ ബി ഇല്ലേ, അതാണ് ഈ ഫോളിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ നോക്കുന്നതിന് മുന്നേ ഞാൻ ചെറിയൊരു ഡിസ്ക്ലൈമർ മാത്രം പറയാം. അപ്പോൾ ഇത് പറയാൻ നിങ്ങളൊരു ഗൈനക്കോളജിസ്റ്റ് ആണോ എന്ന് ചോദിക്കണമെങ്കിൽ ഞാൻ ഗൈനക്കോളജിസ്റ്റ് അല്ല, ഞാനൊരു ഡെന്റിസ്റ്റ് ആണ്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ പ്രഗ്നൻസി സമയത്ത് തന്നെ പല മരുന്നുകളും കഴിക്കരുത്, എന്തിനാണ് ഇത്രയും മരുന്നൊക്കെ ഡോക്ടേഴ്സ് തരുന്നത്, പിന്നെ പ്രഗ്നൻസി സമയത്ത് കഴിക്കുന്നതും പോരാഞ്ഞിട്ട് പ്രഗ്നൻസിക്ക് മുന്നേ തന്നെ കഴിക്കാൻ പറയുന്നത്, അതിൻ്റെയൊക്കെ ആവശ്യം എന്താണ് എന്ന് പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഫോളിക് ആസിഡ് പ്രഗ്നൻസിക്ക് മുന്നേ തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയുന്നത്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് സാധാരണക്കാരിൽ എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഈ വീഡിയോയുടെ ഉദ്ദേശം. അതല്ലാണ്ട് ഞാനിതിൽ ഒരു ഡോസേജിനെ കുറിച്ചിട്ടും അല്ല എപ്പം മുതലാണ് ഇത് കഴിച്ചു തുടങ്ങേണ്ടതെന്നൊന്നും പറയുന്നില്ല. അപ്പോൾ ഈ ഫോളിക് ആസിഡ് എപ്പം മുതലാണ് കഴിച്ചു തുടങ്ങേണ്ടത്, ഏത് കമ്പനിയുടേത് കഴിക്കണം, എന്താണ് അതിൻ്റെ ഡോസേജ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് ചോദിക്കുക. ബിക്കോസ് എല്ലാവർക്കും സെയിം ഡോസേജ് അല്ലായിരിക്കും തരുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഫാമിലി ഹിസ്റ്ററി, നമ്മുടെ മെഡിക്കൽ ഹിസ്റ്ററി ഒക്കെ ബേസ് ചെയ്തിട്ട് ഇതിൻ്റെ ഡോസേജ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും. അല്ലാണ്ട് ആരെങ്കിലും പറയുന്ന ഡോസേജ് കേട്ടിട്ട് കഴിക്കാൻ പാടില്ല. ബിക്കോസ് നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ തന്നെ പല സ്ത്രീകളും കഴിച്ചിട്ടുണ്ടാകും. അതൊക്കെ ചോദിച്ചിട്ട് അവർ കഴിച്ച ഡോസേജിന് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഒന്നുകിൽ ദോഷം ചെയ്യും, അല്ലെങ്കിൽ ഒരു ഗുണവും ചെയ്യില്ല. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫോളിക് ആസിഡ് എന്തുകൊണ്ടാണ് പ്രഗ്നൻസിക്ക് മുന്നേ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയുന്നതെന്ന് വെച്ചാൽ, ഒരു ലേഡി പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നത് എപ്പോഴായിരിക്കും, ഫസ്റ്റ് ഒരു പീരീഡ്സ് സ്കിപ്പ് ആകുമ്പോഴായിരിക്കും. ഈ പീരീഡ്സ് സ്കിപ്പ് ആകുന്നതിന് ഏതാണ്ട് 15 ദിവസം മുന്നേ തന്നെ നമ്മളുടെ ഈ പ്രഗ്നൻസിയുടെ പ്രോസസ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് 15 ദിവസത്തെ ഡെവലപ്മെൻറ്റ് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ അറിയുന്നത് തന്നെ. ഈ 15 ദിവസത്തെ ഡെവലപ്മെൻറ്റിന് ഫോളിക് ആസിഡിൻ്റെ ആവശ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു ഫെർട്ടിലൈസ് ആയ എഗ്ഗ് ആദ്യം 2ആയിട്ട് ഡിവൈഡ് ആവും, പിന്നെ അത് 4 ആകും, 8 ആകും, 16 ആകും. ഇങ്ങനെയാണ് ഒരു എംബ്രിയോ ഫോം ആകുന്നത്. ഈ ഡെവലപ്മെൻറ്റിന് ഫോളിക് ആസിഡ് സഹായിക്കും. ഇത് ഈസി ആയിട്ട് നടക്കാനും പ്രോപ്പറായിട്ട് നടക്കാനും ഫോളിക് ആസിഡിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളുടെ ബോഡിയിൽ ആവശ്യത്തിന് ഫോളിക് ആസിഡ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പ്രോസസ്സിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ചില കൺജനിറ്റൽ അബ്നോർമാലിറ്റീസിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഫോളിക് ആസിഡ് സഹായിക്കും. അങ്ങനെ വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു കൺജനിറ്റൽ അനോമലി എന്ന് പറയുന്നത് ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് ആണ്. അതിനകത്ത് പ്രധാനമായിട്ട് വരുന്ന 2 ടൈപ്പ് എന്ന് പറയുന്നത് സ്പൈന ബൈഫിഡ, അതുപോലെ തന്നെ അനൻസെഫലി. ഈ സ്പൈന ബൈഫിഡ എന്ന് പറയുന്നത് നമ്മുടെ സ്പൈനൽ കോഡിൽ ഉണ്ടാകുന്ന ഡിഫക്ട്സ് ആണ്, ഡെവലപ്മെന്റൽ ഡിഫക്ട്സ്. അതുപോലെ തന്നെ അനൻസെഫലി എന്ന് പറയുന്നത് ബ്രെയിനിൽ ഉണ്ടാകുന്ന ഡെവലപ്മെന്റൽ ഡിഫക്ട്സ് ആണ്. ഈ ഡെവലപ്മെന്റ്സ് ഒക്കെ തന്നെ ആദ്യം നമ്മൾ ഈ പ്രഗ്നന്റ് ആണെന്ന് അറിയുന്നതിന് മുന്നേ നടക്കുന്നതാണ്. ഈ ന്യൂറൽ ട്യൂബിന്റെ ഫോർമേഷനും അതിന്റെ ഫർദർ ആയിട്ടുള്ള ഡെവലപ്മെന്റിനും ഒക്കെ തന്നെ ഈ ഫോളിക് ആസിഡിന്റെ ആവശ്യമുണ്ട്. സോ ഡെഫിനറ്റ്ലി നമ്മൾ ഫോളിക് ആസിഡ് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. സോ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ എപ്പോൾ മുതൽ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് ഉറപ്പായിട്ട് ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് ചോദിക്കണം. ഇനി അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ഹാർട്ട് ഡിസീസ്, കൺജനിറ്റൽ ഹാർട്ട് ഡിസീസിനെ പ്രിവെൻറ്റ് ചെയ്യാനും ഫോളിക് ആസിഡ് സഹായിക്കും. ക്ലെഫ്റ്റ് പാലറ്റ് പോലത്തെ ഇഷ്യൂസിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. പിന്നെ ഈ മിസ്കാരേജസ്, അബോർഷനില്ലേ, സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്ന അബോർഷനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഫോളിക് ആസിഡ് സഹായിക്കും. ഇനി ഫോളിക് ആസിഡ് നമ്മുടെ ബോഡിക്കുള്ളിൽ പോകാൻ മരുന്നായിട്ട് മാത്രമേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ എന്ന് ചോദിച്ചാൽ, ഉറപ്പായിട്ട് നമ്മൾ മെഡിക്കേഷനായിട്ട് ഫോളിക് ആസിഡ് എടുക്കേണ്ടതാണ്. അതിൻ്റെ കൂടെ തന്നെ ഫുഡിലും നമുക്ക് ഫോളിക് ആസിഡ് റിച്ച് ആയിട്ടുള്ള ഫുഡൊക്കെ ചൂസ് ചെയ്തിട്ട് കഴിക്കാൻ പറ്റും. അങ്ങനെ എടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ, പച്ചക്കറികളിലൊക്കെ ഫോളിക് ആസിഡ് ഉണ്ട്, ഓറഞ്ചിലുണ്ട്, ബ്രക്കോളിയിലുണ്ട്, അവക്കാഡോയിലുണ്ട്. സോ ഇത്തരം ഫുഡുകളും കഴിക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്നുള്ള ഫോളിക് ആസിഡും ഒക്കെ നമ്മുടെ ബോഡിക്ക് ഉള്ളിൽ പോവും. അതുമൊക്കെ ഈ ഡെവലപ്മെന്റ്സിനൊക്കെ സഹായിക്കും. സോ ഇതാണ് ഫോളിക് ആസിഡിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഞാൻ ഇതിൽ ഫോട്ടോസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ ഈ ഫോട്ടോസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഫോളിക് ആസിഡ് മുന്നേ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇത്തരം ഡെവലപ്മെന്റൽ ഡിഫക്ട്സ് വരാതിരിക്കാനായിട്ട് ഉറപ്പായിട്ടും നമ്മൾ ഈ ഫോളിക് ആസിഡ് എന്ന് പറയുന്ന മെഡിക്കേഷൻ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ എടുക്കണം. നമ്മളുടെ ഡോക്ടർ എന്ത് ഡോസേജ് ആണോ പറഞ്ഞത് ആ ഡോസേജിനനുസരിച്ചിട്ട് ഒരു ദിവസം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇനിയിപ്പോൾ നാളെ കഴിക്കാം, പ്രഗ്നൻ്റ് ഒന്നും അല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അത് ഒരിക്കലും സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക. നമുക്കറിയില്ല എപ്പോഴാണ് പ്രഗ്നൻസിയുടെ പ്രോസസ്സ് എപ്പോഴാണ് സ്റ്റാർട്ട് ആയിട്ടുള്ളതെന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റില്ല. അത് നമ്മൾ അറിയുന്നത് ഒരു പീരീഡ്സ് സ്കിപ്പ് ആകുമ്പോഴായിരിക്കും. സോ ഇതിനിടയ്ക്ക് ഒരു ദിവസം 2 ദിവസമൊക്കെ ഈ മരുന്നുകൾ ഇങ്ങനെ നമ്മൾ കഴിക്കാണ്ടിരിക്കുകയും അതിനെ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ട് അങ്ങ് കളയുകയൊന്നും ചെയ്യാൻ പാടില്ല. സോ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.